ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ആക്രമണം തുടരുകയാണ്. നിരവധി മുന്നറിയിപ്പുകൾ ഇറാന് അമേരിക്കയും ഇസ്രായേലും നൽകിയിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇറാനെതിരെ രംഗത്ത് വന്നിട്ടും ആക്രമണം തുടർന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഇറാന്റെ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവസാനിക്കുന്നില്ല. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള പരിസരത്ത് ഡ്രോൺ അവശിഷ്ടം പതിച്ചു. സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ധന ടാങ്കറിലാണ് ഡ്രോൺ അവശിഷ്ടം പതിച്ചത്. വൻ അഗ്നിനാളം ഉയർന്നു. അത് അണയ്ക്കാൻ ശ്രമം നടക്കുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്ന ആശ്വാസ വാർത്തയുണ്ട് എങ്കിൽ പോലും കാര്യങ്ങളൊട്ടും പന്തിയല്ല. ഇതിനിടെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി യുഎഇയിലെത്തി. യുഎഇ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദുമായി ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ തുടരുന്നു. യുഎഇ പ്രസിഡന്റുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ സംസാരിച്ചു. യുഎഇയും സഹോദര രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ സുപ്രധാന ചർച്ചകൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ് എന്നാണ് ഇപ്പോൾ യുഎഇയുടെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വലിയ ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങളുണ്ട്. കാരണം ഇറാന് മേൽ സമ്മർദ്ദം തുടരുമ്പോഴും ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് അല്പം പോലും അവർ പിന്നോട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിൽ ചർച്ചകൾക്ക് തയ്യാറായി എന്ന വാദവും ഇറാൻ വിദേശകാര്യമന്ത്രി നിഷേധിച്ചതും കാര്യങ്ങൾ വഷളാക്കിയിട്ടുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഈ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നത്. അത് നമുക്കറിയാം, യുദ്ധത്തിലൊന്നും ഇല്ലാത്ത രാജ്യങ്ങളാണ്. അമേരിക്കയും ഇസ്രായേലിനെയും കാര്യമായി അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ ഇപ്പുറത്തവർ അത്തരത്തിൽ പ്രതികാരം വീട്ടുന്നു. അത് അമേരിക്കയുടെ കേന്ദ്രങ്ങളാണ് എന്ന് പറയുമ്പോഴും ഈ രാജ്യങ്ങളുടെ പല പ്രധാന മേഖലകളിലും ആക്രമണവും നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുമുണ്ട്. രഞ്ജിത്ത്, ഇറാനിൽ ഇന്നലെ രാത്രി പല നഗരങ്ങളിലും ആക്രമണം ഉണ്ടായിരുന്നു. ടെഹ്റാൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള ആക്രമണമാണ് യുഎസും ഇസ്രായേലും നടത്തിയത്. ഇതിന്റെ ഒരു പ്രതികാരം എന്നോണമാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം അത് രൂക്ഷമായിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇപ്പോൾ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തന്നെയാണ്. ഇവിടെയുള്ള വിമാന സർവീസുകൾ ഉൾപ്പെടെ നിലവിൽ താൽക്കാലികമായി റദ്ദ് ചെയ്ത അവസ്ഥയിലാണ്. ഈ വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു എണ്ണ ടാങ്കറിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഈ ഡ്രോൺ വിജയകരമായി തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു. എന്നാലും ഡ്രോണിന്റെ അവശിഷ്ടം വീണ് ഇവിടെ എണ്ണ ടാങ്കർ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് കാരണം മേഖലയിൽ ഒരു വലിയ തീപിടുത്തം ഉൾപ്പെടെ ഉണ്ടായി. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് യുഎഇ ഭരണാധികാരികൾ നൽകുന്ന വിവരമെന്ന് പറയുന്നത്. തീ വിജയകരമായി തന്നെ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ പറയുന്നു. എന്നാൽ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ വിമാനത്താവളത്തിലുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, പോലീസ് ഈ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് ക്ലോസ് ചെയ്തു. ഇവിടെയുള്ള ഒരു ടണലും പൂർണ്ണമായിട്ടും അടച്ചതായിട്ടാണ് പോലീസും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണം അത് മേഖലയെ ഒട്ടാകെ കൂടുതൽ ഒരു ഭയപ്പാടിലാക്കിയിരിക്കുകയാണ്. അത് മാത്രമല്ല, സൗദി അറേബ്യയ്ക്ക് നേരെ ഇന്ന് രാവിലെ മാത്രം 1 മണിക്കൂറിനിടെ 37 ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഈ ഡ്രോണുകളെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു എന്ന് സൗദി അറേബ്യ ഭരണാധികാരികൾ പറയുന്നുണ്ട്. എന്നാലും ഇന്ന് രാവിലെ മാത്രം ഇത്രയധികം ഡ്രോണുകൾ രാജ്യത്തിലേക്ക് വന്നത് അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇസ്രായേലും ആക്രമണങ്ങൾ രൂക്ഷമാണ്. ഇത് തെക്കൻ ഇസ്രായേലിലേക്ക് ഇപ്പോൾ നിരവധി മിസൈലുകൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് IDFന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അപ്പോൾ ഇതിന്റെ ഭാഗമായി അവിടെ സൈറനുകൾ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട് ജാഗ്രത പാലിക്കണം എന്നുള്ള പ്രത്യേക നിർദ്ദേശമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മധ്യ ഇസ്രായേലിലും പിന്നെ വടക്കൻ ഇസ്രായേലിലുള്ള ചില ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും ആക്രമണം നടന്നിരുന്നു. ഇവിടെയെല്ലാം നിരവധി പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നാണ് വിവരം. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഇസ്രായേലിൽ ഏതാണ്ട് 3000-ലധികം പേർക്കാണ് പരിക്കേറ്റത് എന്നുള്ള വിവരങ്ങളാണ് അവിടുത്തെ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ മരണസംഖ്യ 20-നകത്ത് ഉള്ളൂ എന്നുള്ളത് ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിലുള്ള ഈ മരണസംഖ്യകൾ അവർ തെറ്റായിട്ടാണ് പുറത്തുവിടുന്നത് എന്നാണ് ഇറാന്റെ ഒരു ആരോപണമെന്ന് പറയുന്നത്. മാത്രമല്ല, യുഎസിന്റെ ഭാഗത്ത് നിന്നും തെറ്റായിട്ടുള്ള നിരവധി വിവരങ്ങൾ വരുന്നു. അവരുടെ നിരവധി സൈനികർ കൊല്ലപ്പെടുകയും ഒരുപാട് പേർ ഇറാന്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തു. എന്നിട്ടും യുഎസ് തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നതെന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സാഹചര്യങ്ങൾ വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ പല ഗൾഫ് രാജ്യങ്ങളും പരസ്പരം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് അവരുടെ വിദേശകാര്യമന്ത്രി നിലവിൽ യുഎഇയിലെത്തിയിട്ടുണ്ട്. യുഎഇ കിരീടാവകാശിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. മാത്രമല്ല, അങ്ങനെ ഒരു ചർച്ചകളുടെ ഒരു സ്വരം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്.
എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിൽ നമുക്കറിയാം ട്രംപിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം അത് ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ ഇറാന്റെ നിയന്ത്രണം അത് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് ഏതു മാർഗവും സ്വീകരിക്കും എന്ന് ട്രംപ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ആദ്യം പറഞ്ഞത് അമേരിക്ക ഇടപെട്ട് ഹോർമുസിനെ നിയന്ത്രണത്തിലാക്കും, ഏത് കപ്പലുകൾക്കും കടന്നു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വിഷയത്തിൽ US സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി അവതാളത്തിലാകുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇത് US ഒരിക്കലും മറക്കില്ലെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. താൻ 7 രാജ്യങ്ങളോട് ഹോർമുസിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നുണ്ട്. ചില രാജ്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ചൈനയ്ക്കും തങ്ങളുടെ ആജന്മ ശത്രുവായ ചൈനയ്ക്കും താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് കുറച്ചുകൂടി കടത്തി ട്രംപ് പറയുന്നുണ്ട്. ചില രാജ്യങ്ങളുടെ പക്കൽ മൈൻ സ്വീപ്പറുകളും മേഖലയിലൂടെ യാത്ര ചെയ്യാൻ ആവശ്യമായ ബോട്ടുകളുമുണ്ട്. ഇത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ ഈ നാറ്റോ രാജ്യങ്ങളെ കൂടി സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് ട്രംപിൻ്റെ പുതിയൊരു നയമാണ്. കാരണം ഒറ്റയ്ക്ക് ഇതെല്ലാം നേടാമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ പിന്നോട്ട് പോവുകയും മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത്തരം വിജയങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പം മറ്റൊരു മുന്നറിയിപ്പ് ട്രംപിൻ്റേത് US കുറിച്ച് തെറ്റായ വാർത്തകൾ നൽകുന്ന ചാനലുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ഭീഷണി മുഴക്കുകയാണ്. അങ്ങനെ ട്രംപിന്റെ വാക്കുകൾ നമുക്ക് വളരെ പെട്ടെന്ന് കേൾക്കാം. We had some very good results today, as you probably heard, in Iran. Very strong results militarily. Results. We're talking to countries about policing the straits. Because they are the ones, we don't get very little, 1%, 2%. And China, as an example, gets about 90% of its oil from the Hormuz Strait. And nice to have other countries police that with us, and we'll help. We'll work militarily. As far as I'm concerned, we've essentially defeated Iran. And I guess they can have a little bit of fight back, but not much. Not much. We've taken out their air force, as you know. We've taken out their navy. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന് ഒറ്റയ്ക്ക് ഇതെല്ലാം നേടിയെടുക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യുദ്ധം തുടങ്ങിയത്. ഇസ്രായേലിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന ബോധ്യമുണ്ടോ? ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ളത് മൈനുകളൊക്കെ സ്ഥാപിച്ചാണ് ഇറാൻ അവിടെ തങ്ങളുടെ ഓപ്പറേഷൻ നടത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇവിടെ ഇത്തരമൊരു സ്ഥലത്ത് അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് അത് പിടിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യാമെന്നൊക്കെയുള്ള ഒരു വ്യാമോഹം മാത്രമായി അവശേഷിക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിലാണോ നാറ്റോ രാജ്യങ്ങളോടുള്ള ഭീഷണി? രഞ്ജിത്ത്, ആദ്യഘട്ടത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കും എന്നുള്ള ഭീഷണി മുഴക്കിയതിന് പിന്നാലെ ട്രംപിന്റെ പ്രസ്താവന വന്നത് തങ്ങൾ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അത് നിയന്ത്രിക്കും, ഹോർമുസ് വഴി ചരക്ക് നീക്കം നടത്താൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾക്ക് തങ്ങൾ സുരക്ഷ നൽകും, US നേവി ഈ കപ്പലുകൾക്ക് അകമ്പടിയായി പോകും എന്നെല്ലാമാണ് ട്രംപ് ആദ്യം പറഞ്ഞിരുന്നത്. മാത്രമല്ല, വാഷിംഗ്ടണിൽ ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റും ഇക്കാര്യം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ കൂടുതലായി വഷളാവുകയും എല്ലാം അമേരിക്കയുടെ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. നിരവധി അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്നാൽ ട്രംപ് ഇതെല്ലാം ഫേക്ക് ന്യൂസുകളാണ്, AI വീഡിയോകളാണ്, ഈ US കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ദൃശ്യങ്ങളെല്ലാം AI വീഡിയോകളാണ് എന്നെല്ലാം പറഞ്ഞ് ട്രംപ് തള്ളിക്കളയുകയാണ്. എന്നാലും നിരവധി തിരിച്ചടികൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇടയ്ക്ക് പുറത്തു വന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ, ഈ വാർത്തകൾക്ക് പിന്നാലെ, ട്രംപിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഈ ഫേക്ക് ന്യൂസുകൾക്ക് പിന്നാലെയാണ് ട്രംപ് തൻ്റെ കളമൊന്ന് മാറ്റി ചവിട്ടുന്നത്. അതായത് ഇപ്പോൾ US ഒറ്റയ്ക്കിവിടെ